നീറ്റിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടു. അപ്പോൾ എല്ലാവരും എന്താണ് ടഫാണോ ഈസിയാണോ ചോദിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. അപ്പോൾ നമ്മൾ ഇനീഷ്യൽ അനാലിസിസിൻ്റെ പുറത്ത് നമുക്ക് മനസ്സിലായത് ടഫാണ്, ചെറിയ രീതിയിലൊന്നുമല്ല, നല്ല രീതിയിലുള്ള ടഫാണ്. അതായത് കഴിഞ്ഞൊരു 5 വർഷം എടുത്തു നോക്കുന്ന സമയത്ത് ഈ തരത്തിലുള്ള ടഫ്നെസ് വന്നിട്ടില്ല. അപ്പം വേണമെങ്കിൽ ഇങ്ങനെ പറയാം, ദ റിയൽ നീറ്റ് ഈസ് ബാക്ക്. നമ്മളൊക്കെ എഴുതുന്ന സമയത്ത് അന്നത്തെ APMT നല്ല ടഫായിരുന്നു. 600 അല്ലെങ്കിൽ 620 മാർക്ക് ഉണ്ടാകുന്ന സമയത്ത് കേരള ടോപ്പർ ആകുന്ന രീതിയിലുള്ള ഒരു കട്ട് ഓഫ് ഒക്കെ ആയിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ വർഷം എടുക്കുന്ന സമയത്തും സ്പെഷ്യലി ഫിസിക്സ് നല്ല ടഫർ സൈഡിലോട്ടാണ് പോയിട്ടുള്ളത്. അതുപോലെ തന്നെ ബയോളജിയും ഒരു മോഡറേറ്റ് ടു ടഫ് ലെവലിലാണ് നിൽക്കുന്നത്. ഈവൻ കെമിസ്ട്രി അടക്കം അതിലും കുറച്ച് റാങ്ക് ഡിറ്റർമിനിങ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് പ്രിയപ്പെട്ട മക്കൾ, നിങ്ങളിപ്പം നിങ്ങളുടെ സ്ഥാപനങ്ങളിലും നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥാപനങ്ങളും ടോപ്പിലൊക്കെ 720 അല്ലെങ്കിൽ 700+ ഒക്കെ നിരന്തരമായി വാങ്ങിയ ആൾക്കാരേക്കാരം നിങ്ങൾക്ക് കുറച്ച് ക്വസ്റ്റ്യൻസൊക്കെ ഒഴിവാക്കി സ്കിപ്പ് ചെയ്ത് വന്നിട്ടുണ്ടാവും. അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും എന്ത് ചെയ്യേണ്ട, പേടിക്കേണ്ട. അത് കോമ്പറ്റീറ്റീവ് എക്സാമാണ്, നിങ്ങളെ റാങ്കാണ് പിന്നെ നിങ്ങൾ ഡിറ്റർമിൻ ചെയ്യുന്നത്, സ്കോറല്ല. അപ്പം ഒരു മത്സരപരീക്ഷ എപ്പോഴും ടഫ് ആകുന്നതിനാണ് എപ്പോഴും നല്ലത്. അപ്പം അതുകൊണ്ട് പിന്നെ ആസ് സെറ്റ് ഈ റിയൽ നീറ്റ് ഈസ് ബാക്ക് എന്ന് പറഞ്ഞ പോലെ പിന്നെ നിങ്ങളെ കട്ട് ഓഫ് മോസ്റ്റ് പ്രോബബിളി ഒരു ഇനീഷ്യൽ അനാലിസിസ് വെക്കുന്ന സമയത്ത് ഒരു 80 മുതൽ 100 മാർക്കിൻ്റെ വ്യത്യാസം നമുക്ക് വരുന്നുണ്ടാവും. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽഡ് ഡിസ്കഷനും അതിൻ്റെ ഡാറ്റാസൊക്കെ നമുക്ക് കിട്ടേണ്ടതുണ്ട്. എന്തായാലും അറിയുന്നുണ്ടാവും. സ്റ്റേ ട്യൂൺഡ് ആൻഡ് സ്റ്റാൻഡ് അപ്ഡേറ്റഡ്. അപ്പം നന്നായിട്ട് പണിയെടുത്ത ആൾക്കാർ ഒരിക്കലും എന്ത് ചെയ്യേണ്ട, വിഷമിക്കേണ്ട കാര്യമില്ല. ആസ് കോമ്പറ്റീറ്റീവ് എക്സാം പിന്നെ നിങ്ങളുടെ പിയർ ഗ്രൂപ്പിനെ എങ്ങനെ ഔട്ട് പെർഫോം ചെയ്യുന്നു അതിനനുസരിച്ചാണ് നിങ്ങളുടെ റാങ്കും കാര്യങ്ങളും വരുന്നുണ്ടാവുക. അപ്പോൾ പണിയെടുത്ത ആൾക്കാർക്ക് ആർക്കും ദുഃഖിക്കേണ്ടി വരില്ല. ഇനീഷ്യലി നിങ്ങളുടെ ഈ ഒരു ടെൻഷനും കാര്യങ്ങളും മാറ്റാനും വേണ്ടിയിട്ടാണ് ഈ വീഡിയോ. അതായത് നല്ല ടഫാണ്, നല്ല ടഫ് പറഞ്ഞാൽ ടു ടഫ്. ഒരു തരത്തിലും നമുക്ക് എങ്ങനെയാണ് ഇതിൻ്റെ ഒരു ആൻറ്റിസിപ്പേഷൻ, ടോപ്പ് സ്കോറിൽ ആൻറ്റിസിപ്പേഷൻ വരാൻ പറ്റുന്നില്ല. ഒരിക്കലും നമ്മൾ കഴിഞ്ഞ വർഷത്തിൻ്റെ ആ ഒരു അടുത്ത് പോലും ടോപ്പ് സ്കോറിൽ എത്തുന്നുണ്ടാവില്ല എന്ന് തന്നെയാണ് ഇനീഷ്യൽ ഒരു അനാലിസിസ്. അപ്പം എൻ്റെ പേഴ്സണൽ അനാലിസിസ് മാത്രമാണ്. അപ്പോൾ അതുകൊണ്ട് സ്റ്റേ ഹാപ്പി, സ്റ്റേ കാം. നിങ്ങൾ ഒരു വർഷത്തെ വലിയൊരു പ്രിപ്പറേഷൻ്റെ ശേഷം പിന്നെ ഒന്ന് ഫ്രീ ആയിരിക്കാനും വിചാരിച്ചൊരു സമയമാണ്. ഇപ്പോൾ നിങ്ങളെല്ലാവരും ടെൻസ്ഡാണ്, കുറേ ക്വസ്റ്റ്യൻ സ്കിപ്പ് ചെയ്ത് വന്നിട്ടുണ്ട്. ബട്ട് ഇറ്റ്സ് നോർമൽ. അത് പറയാൻ വേണ്ടി മാത്രമാണ് ഈ വീഡിയോ. സന്തോഷമായിട്ടിരിക്കുക. എടുത്ത പണിയൊന്നും എവിടെയും പോകുന്നുണ്ടാവില്ല. അടിപൊളിയായിട്ട് റിസൾട്ടിനെ പ്രതീക്ഷിക്കാം. താങ്ക് യു.